ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം വീണ്ടും പങ്കുവെക്കുവാൻ ദൈവം ഒരവസരം കൂടെ നൽകി തന്നു. എല്ലാവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ക്രിസ്തുവിനോട് അനുരൂപപ്പെടണം എന്നുള്ള ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. കാരണം യേശു നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം എന്നുള്ളതാണ്. എന്നാൽ ഇതിന് തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ ജീവിക്കുവാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവം എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നില്ല. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക, എന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ദാവീദ് തൻ്റെ തീരുമാനം ദൈവസന്നിധിയിൽ പറയുന്നുണ്ട്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ടിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും കുലുങ്ങിപ്പോവുകയില്ല. ദൈവമുമ്പാകെ, ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് മുമ്പാകെ ജീവിക്കുന്ന ഒരു ജീവിതം നാം ശീലിച്ചിരിക്കണം. അത് ആത്മീയ പക്വതയിലേക്ക് നാം എത്തിച്ചേരുന്നതിന് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. പല വിശ്വാസികളും ജീവിക്കുന്നത് ദൈവ മുമ്പിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് മുമ്പിലാണ് തങ്ങൾ ജീവിക്കുന്നത് എന്നുള്ള ആ ബോധ്യം പല വിശ്വാസികൾക്കുമില്ല. ആ ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും വ്യാജഭാവം അവരിൽ വെളിപ്പെടുകയില്ലായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിലായിരിക്കുമ്പോൾ, അതായത് നാം പൊതുസമൂഹത്തിലായിരിക്കുമ്പോൾ, കോപത്തെയും ദുർമോഹത്തെയും ദുർവ്യാഗ്രഹത്തെയും അശുദ്ധ ചിന്തകളെയും ഒക്കെ ജയിക്കുവാൻ കഴിവുള്ളവരാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുവാൻ മനഃപൂർവ്വം നാം ശ്രമിക്കാറുണ്ട്. കാരണം മറ്റുള്ളവർക്ക് തങ്ങളെപ്പറ്റി ഉള്ള മതിപ്പ് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ തങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഒന്നും അവർ പ്രവർത്തിക്കുന്നില്ല. കാരണം അവർ മനുഷ്യൻ്റെ മുമ്പാകെ ജീവിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ രഹസ്യ ജീവിതത്തിൽ, അതായത് സ്വന്തം കുടുംബത്തിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിലുമൊക്കെ അവരുടെ ജീവിതം പലപ്പോഴും വളരെ മോശമായിരിക്കും. വീട്ടിൽ പലപ്പോഴും പലരും പെരുമാറുന്നത് പോലെയല്ല മറ്റുള്ളവരുടെ മുമ്പിൽ പെരുമാറുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കൊള്ളാകുന്നവനാണെന്നുള്ള ഭാവേന ജീവിക്കുന്നത് കപടഭക്തിയാണ്. ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്നതിന് ഏറ്റവും തടസ്സമാണ് ഈ വ്യാജഭാവം നമ്മിൽ ഉള്ളത്. നമുക്ക് രണ്ട് മുഖങ്ങൾ ഉണ്ടാവുകയാണ്. വീട്ടിൽ ഒരു മുഖവും മറ്റുള്ളവരുടെ മുമ്പിൽ വേറൊരു മുഖവും. ഒരിക്കലും ദൈവം അത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, നാം ഈ പാപസ്വഭാവത്തിൽ നിന്ന് പുറത്തു വരണം എന്നും ദൈവം ആഗ്രഹിക്കുന്നു. ജീവനും ഭക്തിക്കും ആവശ്യമുള്ളത് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം എന്നുള്ളത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു ഇഷ്ടമാണ് എന്ന് നമ്മിൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ അഭിപ്രായത്തിന് നാം കൽപ്പിച്ചിരിക്കുന്ന വിലയേക്കാൾ ദൈവത്തിൻ്റെ അഭിപ്രായത്തിന് നാം വില കൊടുക്കണം. മനുഷ്യൻ എന്നെക്കുറിച്ച് എന്തു പറയും എന്നുള്ള ചിന്തയിലാണ് പലപ്പോഴും മനുഷ്യൻ്റെ മുമ്പിൽ നമ്മൾ നല്ല പിള്ളകളായിട്ട് ജീവിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ കോപവും അസൂയയും പിണക്കവും വ്യാജഭാവവും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മറച്ചു വെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നാം നല്ല മനുഷ്യരായി ജീവിക്കുവാൻ ഉള്ള കാരണം അതുതന്നെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മിൽ എത്ര പേർക്ക് ഈ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്? ദൈവത്തിൻ്റെ മുമ്പാകെ നല്ല മനുഷ്യനായി, ആത്മികനായി, ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവനായി ജീവിക്കണം എന്ന് നാം ആഗ്രഹിച്ചിരുന്നു എങ്കിൽ പലപ്പോഴും നമുക്ക് രണ്ട് മുഖങ്ങൾ ഉണ്ടാവുകയില്ലായിരുന്നു, രണ്ട് വ്യക്തിത്വങ്ങൾ ഉണ്ടാവുകയില്ലായിരുന്നു. നാം കപടഭക്തിക്ക് അടിമപ്പെടുകയില്ലായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പാകെ നാം ജീവിക്കുമായിരുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ വിശ്വാസം, അത് നാം ഏറ്റുപറയുമ്പോൾ തന്നെ നാം ആ കാര്യത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ അംഗീകാരത്തിനായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മനുഷ്യൻ എന്നെക്കുറിച്ച് എന്തു പറയും? മനുഷ്യൻ എന്നെക്കുറിച്ച് അവമതിപ്പുണ്ടാകുമോ? ഈ ചിന്തകളാണ് മനുഷ്യൻ്റെ മുമ്പിൽ നാം നല്ല മനുഷ്യരായിട്ട് ജീവിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നത്. എങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ
എൻ്റെ സംസാരത്തെക്കുറിച്ച്, എൻ്റെ ചിന്തയെക്കുറിച്ച്, ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, എൻ്റെ നടപടികളെക്കുറിച്ച് എൻ്റെ ദൈവം എന്തു പറയും എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും നാം രഹസ്യപാപങ്ങൾക്ക് അടിമപ്പെടുകയില്ലായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ നാം ജീവിക്കുവാൻ എപ്പോഴും പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അതിന് ദൈവഭയം നമ്മിലുണ്ടാകണം. ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നാം അങ്ങനെയൊക്കെ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ചിന്താജീവിതത്തിലുള്ള പാപത്തിൻ്റെ ആ ഭീകരതയെ കണ്ടുകൊണ്ട് നാം നിലവിളിക്കുന്ന പക്ഷം പാപത്തിൻ്റെ മേൽ ദൈവം നമുക്ക് വിജയം തന്ന് തീർച്ചയായും വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കും എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാൻ നമുക്ക് സാധിക്കും. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. തിരുവെഴുത്ത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണം. ഞങ്ങളുടെ സ്വഭാവത്തിന് മാറ്റങ്ങൾ സംഭവിക്കണം. ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുന്നവരായി ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദേശം കൊണ്ടും ഉയർത്തുന്നവരായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ, ഇവയെ